ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഞാനും ചേട്ടനും പിന്നെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഞങ്ങൾ 4 പേരും മാത്രമേ പോകുന്നുള്ളായിരുന്നു. ആൻഡ് നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. കാർ ഓടിക്കുമ്പോൾ നീച്ചുമ്പം കുറച്ച് സീരിയസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ ചിരിക്കാത്തത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ചേച്ചിയൊക്കെ ഓൺ ദ വേ ആലപ്പുഴയിലേക്ക് വരത്തേ ഉള്ളൂ. നമ്മളപ്പോൾ രാവിലെ ചെറുതായിട്ട് അതേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ആലപ്പുഴയിലെ ഇഹ ഡിസൈൻസിലേക്കാണ് പോകുന്നത്. ഓൺലൈനിൽ ഇവരുടെ കുറേ ചുരിദാർ മെറ്റീരിയൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് ഷോപ്പിൽ വരുന്നത്. കല്യാണ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയായിരുന്നു വെച്ചിരുന്നത്. ആൻഡ് ഫൈനലി ചേട്ടനും ചേച്ചിയും കണ്ടുകിട്ടിട്ടുണ്ട്. ചേട്ടനാണ് കേട്ടോ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. ചേച്ചിയാണെങ്കിൽ ഖത്തറിൽ നിന്ന് എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് അങ്ങോട്ടേക്ക് വരുമായിരുന്നു. നൈറ്റൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. കയറി ചെല്ലുമ്പോൾ തന്നെ കൊച്ചിയിലെ ഇഹ ഡിസൈൻസിൻ്റെ ഇനാഗ്രേഷന് മഞ്ജു ചേച്ചി കൊടുത്തില്ല. ആ സാരിയുടെ വേറൊരു കളർ കോമ്പിനേഷനൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. സംഭവം കൊള്ളാട്ടോ, അടിപൊളിയാണ്. സാരി കളക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, കോസ്റ്റ്ലി ആയവർക്ക് അത് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കളക്ഷൻസും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു കളർ ചൂസ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ കോമ്പിനേഷനുള്ള സാരീസാണ് ഞാൻ കൂടുതലും നോക്കിയത്. വേറെ കളർ ഷെയ്ഡ്സ് ഞാൻ അധികം അങ്ങോട്ട് പോയില്ല, കാരണം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ടൈം കളയും. ആൻഡ് അവിടുത്തെ ചേച്ചിമാർ നമ്മൾ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിൽ ആ ഒരു കളർ ഷെയ്ഡിലുള്ള എല്ലാ കളക്ഷൻസും ഒരു മടിയും കൂടാതെ നമുക്ക് എടുത്തിട്ട് വന്നു കേട്ടോ. നമുക്ക് തന്നെ ഇങ്ങനെ ഓരോ സജഷൻസ് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1-2 ചൂസ് ചെയ്തു. വേറെ കളേഴ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ അടക്കി പിടിച്ചു, ബിക്കോസ് ഈ ഒരു കളർ എനിക്ക് ചേരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ കളർ മാറ്റിയെടുത്താൽ ഇനിയിപ്പോൾ അതെല്ലാം മാറ്റേണ്ടി വരും. സോ ഞങ്ങൾ ഇതിൻ്റെ തന്നെ 2-3 ഷെയ്ഡ്സ് ചൂസ് ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഈ ഒരു ഷെയ്ഡാണ്. ഇതിൽ കുറച്ച് ഗോൾഡിഷ് കളർ കൂടുതലാണ്. സാരി ഉടുത്ത് കണ്ടപ്പോഴത്തേക്ക് അവിടെ ഒരാൾ കരച്ചിൽ തുടങ്ങി കേട്ടോ. പാവമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഫസ്റ്റ് ഓർഡർ എപ്പോഴും ഞാൻ തന്നെയായിരിക്കും. എന്നെ കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെ കാര്യമായിട്ടാണ് എൻ്റെ ചേച്ചി കൊണ്ടു നടക്കുന്നത്. കല്യാണ സാരിയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആള് കുറച്ച് ഇമോഷണൽ ആയി കേട്ടോ. പിന്നെ ട്രൈ ചെയ്തത് ഈ ഒരു സെമി സിൽക്ക് സാരിയാണ്. ഇതിൽ കുറച്ചും കൂടെ സിൽവർ ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടിൽ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഒരെണ്ണം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചേച്ചിക്ക് സാരി എടുക്കാൻ പോയി. ചേച്ചിക്ക് ഇതേപോലെ 2-3 കളർ ഞങ്ങൾ സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഈ ഒരു റെഡ് കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഷെയ്ഡിൽ തന്നെ 2-3 ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ചേച്ചിക്ക് ഒരു സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ചേട്ടന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി. പിന്നെ ആലപ്പുഴ ആയതുകൊണ്ട് അടിപൊളി ഫിഷ് ഫുഡ് ഉള്ളതുകൊണ്ട് ബീച്ച് സൈഡിൽ പോയിട്ട് നല്ല കിടക്കാച്ചി ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പം നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റ, ബൈ ബൈ.